Hello dears, in the teacher എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ്. അതിലെ 5th ചാപ്റ്റർ ആയ വെൻ കറന്റ് ഫ്ലോസ് എന്നുള്ള ഭാഗമാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വെൻ കറന്റ് ഫ്ലോസ് എന്താണ്? കറന്റ് പ്രവഹിക്കുമ്പോൾ അല്ലേ, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്നുള്ളതാണ് അല്ലേ. ഓൺ വേക്കിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ് എന്താണ്? രാവിലെ ഉണർന്നയുടൻ എന്താണ്? ഐ ടേൺ ദ ടാപ്പ് ഓൺ ടു ബ്രഷ് മൈ ടീത്ത്, നോ വാട്ടർ. എന്താണ്? പല്ലു തേക്കാൻ ടാപ്പ് തുറന്നു അല്ലേ, വെള്ളമില്ല. I was about to switch on the motor when I remembered that there was no power supply yesterday since a tree had fallen on the line. I heard my mom cursing the power failure and she was unable to grind the socket rice in the mixie to prepare breakfast. My father and I helped her in completing the urgent work. എന്താണ്? ഞാൻ രാവിലെ ഉണർന്നയുടൻ പല്ല് തേക്കാൻ ടാപ്പ് തുറന്നപ്പോൾ എന്താ? വെള്ളം ഇല്ല അല്ലേ. മോട്ടോർ ഓൺ ചെയ്യാൻ പോയപ്പോഴാണ് ഓർത്തത്. എന്ത്? മോട്ടോർ ഓൺ ആക്കാൻ വേണ്ടി പോയപ്പോൾ എന്താ ഓർത്തത്? ഇന്നലെ മരം ഒടിഞ്ഞു വീണില്ലേ, വൈദ്യുതി ബന്ധം നിലച്ചിരുന്നു. അടുക്കളയിൽ പ്രഭാത ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കുതിർത്ത് വെച്ച അരി മിക്സിയിൽ അരയ്ക്കാനാവാതെ അമ്മ എന്താണ് ഈ കറണ്ടിനെ പഴിക്കുന്നത് കേട്ടില്ലേ. അച്ഛനും ഞാനും കൂടി സഹായിച്ചാണ് എന്ത്? അത്യാവശ്യ ജോലികൾ ഒരുവിധം പൂർത്തിയാക്കിയത്. How difficult is to manage a day without power supply? ഈ കറണ്ട് ഇല്ലാതെ ഒരു ദിവസം എന്തൊക്കെ പ്രയാസങ്ങളാണ് നേരിടേണ്ടി വരുന്നത് അല്ലേ. Didn't you listen that to what Raju said? രാജു പറയുന്നത് കേട്ടില്ലേ? What are the problems that you face at home on a day when there is no power supply? Write them down. Isn't it true that a world without electricity cannot be even imagined today? എന്താണ്? ഒരു ദിവസം വൈദ്യുതി ഇല്ലാതായാൽ, കറണ്ട് ഇല്ലാതായാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് എഴുതി നോക്കിയേ. വൈദ്യുതി ഇല്ലാത്ത ഈ ഒരു ലോകത്തെ കുറിച്ച് ഒന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ല എന്നതല്ലേ വാസ്തവം അല്ലെ. കറണ്ട് ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് എന്താണ് നമുക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയൂല അല്ലെ. നോക്കൂ, ഹൗ ദ ടോർച്ച് ബൾബ് ഗ്ലോസ്. ടോർച്ച് ബൾബ് പ്രകാശിക്കണമെങ്കിൽ എങ്ങനെയാ? Prepare an arrangement to light a bulb using 2 torch cells, 1 torch bulb and 2 pieces of copper wires. Light the bulb. This arrangement is an electric circuit. എന്താണ്? 2 ടോർച്ച് സെല്ല്, 1 ടോർച്ച് ബൾബ്, 2 കഷ്ണം ചെമ്പ് കമ്പികൾ എന്നിവ ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാനുള്ള ഒരു ക്രമീകരണം തയ്യാറാക്കുക. ബൾബ് പ്രകാശിപ്പിക്കൂ. ഈ ക്രമീകരണം ഒരു എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് ആണ് അല്ലെ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രിപ്പയർ അറേഞ്ച്മെന്റ് ലൈറ്റ് ബൾബ് അല്ലെ, യൂസിങ് 2 ടോർച്ച് സെൽ അല്ലെ, 2 ടോർച്ച് സെല്ലും പിന്നെ 1 ടോർച്ച് ബൾബും പിന്നെ 2 പീസസ് ഓഫ് കോപ്പർ വയറും ആണ് വേണ്ടത് അല്ലെ. അപ്പോൾ എന്നിട്ട് എന്താക്കുക? അതിനെ അറേഞ്ച് ചെയ്തിട്ട് ആ ബൾബിനെ എന്താണ് ലൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, കത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈ അറേഞ്ച്മെന്റിനാണ് എന്ത്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. Observe the diagram of the circuit. A path is prepared for current to flow from one terminal to the other terminal of the torch cells through a copper wire and bulb. The bulb glows when the circuit is complete. Such circuit is called a closed circuit. എന്താണ് ഇവിടെ പറയുന്നത്? ഈ സർക്യൂട്ടിന്റെ ചിത്രീകരണം ഒന്ന് നോക്കാനാണ് പറയുന്നത് അല്ലെ. ഡയഗ്രാം ഓഫ് ദി സർക്യൂട്ട് എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? കോപ്പർ വയർ അല്ലെ, കോപ്പർ വയറിലെ ബൾബ് എന്നിവ മുഖേന ടോർച്ച് സെല്ലിന്റെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനലിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന പാത ഒരുക്കുന്നു അല്ലെ. സർക്യൂട്ട് പൂർത്തിയായി ബൾബ് പ്രകാശിക്കുന്നു. കണ്ടല്ലേ? ഈ 2 എന്താണ് സെല്ല് അല്ലെ, 2 സെല്ലാണ് വരുന്നത് അല്ലെ, ടോർച്ച് സെല്ല് അല്ലെ. ഇതിലൂടെ എന്താണ് കോപ്പർ കമ്പി ഇതാ കണ്ടോ, ഇതിലൂടെയും കോപ്പർ കമ്പി കൊണ്ട് വന്നിട്ട് ബൾബ് പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇതിനാണ് എന്ത് പറയുന്നത്? അപ്പോൾ സർക്യൂട്ട് അടച്ചതാണെന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ക്ലോസ്ഡ് സർക്യൂട്ട് അടച്ചതാണെന്ന് ഇവിടെ പറയുന്നു അല്ലെ. അതിങ്ങനെ പ്രവഹിക്കുമ്പോൾ സർക്യൂട്ട് അടച്ചതാണെന്ന് ക്ലോസ് സർക്യൂട്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇനി എന്താ ഇവിടെ പറയുന്നത്? Now disconnect any part of the circuit. Does the bulb glow? ഇനി സർക്യൂട്ടിലെ ഏതെങ്കിലും ഭാഗത്ത് ഈ ബന്ധം ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കൂ, വിച്ഛേദിച്ച് നോക്കൂ. ബൾബ് പ്രകാശിക്കുന്നുണ്ടോ? ഗ്ലോ ചെയ്യുന്നുണ്ടോ? നോക്കൂ, ഇവിടെ ഈ സെല്ല് അല്ലെ, ഈ ബാറ്ററിൻ്റെ ഇത് നമ്മൾ ഒഴിവാക്കി.
അപ്പോൾ ബൾബ് കത്തുവോ? നോ അല്ലേ. നമ്മൾ എന്താണ് ഇതിലേക്ക് അറേഞ്ച് ചെയ്താൽ എന്താ ഉള്ളത്? ബൾബ് കത്തുള്ളൂ അല്ലേ. ഇൻ സച്ച് സിറ്റുവേഷൻ ദ സർക്യൂട്ട് ഈസ് സെറ്റ് ടു ബി ആൻ ഓപ്പൺ സർക്യൂട്ട്. ദ ബൾബ് ഡസ് നോട്ട് ഗ്ലോ ദെൻ അല്ലേ. എന്താണ് ഈ എന്താണ് ഡിസ്കണക്ട് ചെയ്യുന്ന ഈ സർക്യൂട്ടിന്റെ ഈ സിറ്റുവേഷനാണ് എന്ത് പറയുന്നത്? ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് സർക്യൂട്ട് തുറന്നതാണെന്ന് പറയാം അല്ലെ. അപ്പോൾ ബൾബ് എന്താണ്? കത്തൂല അല്ലെ, ഗ്ലോ ചെയ്യില്ല, പ്രകാശിക്കുകയില്ല. ഓക്കെ. ഹാവ് യു ഒബ്സർവ്ഡ് വാട്ട് ഹാപ്പൻസ് ടു എ ബൾബ് വെൻ ഇറ്റ് ഫ്യൂസസ്? ഈസ് ദ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ ദെൻ? എന്താണ് ഈ ബൾബ് ഫ്യൂസ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ സർക്യൂട്ട് തുറന്നതാണോ അടച്ചതാണോ? ഫ്യൂസ് ആകുമ്പോൾ യെസ്, തുറന്നതാണ് അല്ലെ. അപ്പൊ എന്താണ്? ബൾബ് കത്തൂല അല്ലെ. ഇനി ബീപ്പ് ബീപ്പ്. എന്താണ് ബീപ്പ് ബീപ്പ്? Complete the circuit by replacing the bulb with a buzzer. Doesn't the buzzer work? Observe the illustration of the circuit of this arrangement. എന്താണ്? നാം നിർമ്മിച്ച സർക്യൂട്ടുകളെ ബൾബിന് പകരം എന്താക്കണം? ഈ ബസർ പ്രകടിപ്പിച്ച് സർക്യൂട്ട് പൂർത്തിയാക്കുക. ബസർ പ്രവർത്തിക്കുന്നില്ലേ? ഈ ക്രമീകരണ സർക്യൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത് നോക്കൂ. ഈ ബസർ എന്ന് പറയുമ്പോൾ ഈ ബൾബിന് പകരം നമ്മൾ എന്താക്കി? ഈ ബസർ വെച്ചു. ബസർ എന്ന് പറഞ്ഞാൽ പ്രസ് നമ്മൾ അമർത്തുമ്പോൾ ഒച്ചുണ്ടാവുന്ന അല്ലെ, അത് വെക്കുക അല്ലെ. അപ്പൊ ഈ ബൾബ് എന്താണ്? ഇത് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ എന്താക്കുന്നത്? ഇത് കത്തുള്ളൂ അല്ലെ. ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഇത് കത്തൂല. ഓക്കെ, ക്ലോസ്ഡ് ആയ ടൈമിലെ കത്തുള്ളൂ. അതേപോലെ ഈ ബസർ നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാന്നുള്ളത് കണ്ടോ? ഈ ബസറിലെ 2 ബാറ്ററി, കോപ്പർ വയർ, പിന്നെ ബസറുമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. Now complete the circuit replacing the buzzer with a mini motor and it make it work. എന്താണ്? ഇതേ സർക്യൂട്ടിൽ ബസറിന് പകരം എന്താക്കുക? ഒരു മിനി മോട്ടോർ ഘടിപ്പിച്ച് നോക്കിയേ. സർക്യൂട്ട് പൂർത്തിയായി പ്രവർത്തിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലസ്ട്രേറ്റ് ഹൗ ദിസ് സർക്യൂട്ട് ഈസ് അറേഞ്ച്ഡ്. ഈ സർക്യൂട്ട് എങ്ങനെ ക്രമീകരിക്കുമെന്ന് ചിത്രീകരിക്കാനാണ് പറഞ്ഞത്. Haven't you familiarized yourself with the 3 electric circuit? Try to write down the components in each circuit after examining all the 3. എന്താണ്? 3 ഈ ഇലക്ട്രിക് സർക്യൂട്ട് പരിചയപ്പെട്ടു അല്ലെ. 3 പരിശോധിച്ച് അവയുടെ ഘടകങ്ങൾ എക്സാമിൻ ചെയ്യാം. കമ്പോണൻസ് എന്താക്കുക? തിരിച്ചറിഞ്ഞ് എഴുതി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ. സർക്യൂട്ട് 1 അതിന്റെ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്താ? ടോർച്ച് സെല്ല് അല്ലെ. ഇലക്ട്രിക് ഡിവൈസോ? ബൾബ്. പിന്നെന്താ? വൈദ്യുത ഉപകരണം എന്ന് പറയുന്നത് ബൾബ് അല്ലെ. പിന്നെന്താണ്? ദ വയർ യൂസ്ഡ് ഫോർ കണക്ഷൻ. ഏതാണ്? ബന്ധിപ്പിക്കാനുള്ള കമ്പി ഏതാ? കോപ്പർ അല്ലെ. അതുപോലെ സർക്യൂട്ട് 2 എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? എന്താണ്? ഇലക്ട്രിസിറ്റി സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ടോർച്ച് സെൽ അല്ലെ. ഇലക്ട്രിക് ഡിവൈസ് ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? ബസർ അല്ലെ. ദ വയർ യൂസ്ഡ് ഫോർ കണക്ഷൻ കോപ്പർ അല്ലെ. അതുപോലെ സർക്യൂട്ട് 3 എന്താണ് ചെയ്യുന്നത് എഴുതുക. ഓക്കെ, എന്താ? മിനി മോട്ടോർ. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ കമ്പോണൻസ് ആർ സിമിലർ? ഇവയിലെ സമാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെ. എല്ലാത്തിനും എന്താണ്? വൈദ്യുതി നൽകുന്ന ഒരു സോഴ്സ് വേണം അല്ലെ. ഡിവൈസ് ദാറ്റ് യൂസസ് ഇലക്ട്രിസിറ്റി. പിന്നെ എന്താ? വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണം വേണം. വയർ ദാറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. പിന്നെ എന്താണ്? ഈ വൈദ്യുതി കടത്തിവിടുന്ന കമ്പിയും വേണം അല്ലെ. അതൊക്കെ ഈ 3 എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. യു മൈറ്റ് ഹാവ് നൗ അണ്ടർസ്റ്റുഡ് ദ കമ്പോണൻസ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. സം ഇലക്ട്രിക് സർക്യൂട്ട് ആർ ഗിവൺ ബിലോ. None of the bulb in this circuit are glowing. Identify its reason and note it down. എന്താണ്? ഒരു വൈദ്യുതി സർക്യൂട്ടിൽ എന്തെല്ലാം ഘടകങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലായല്ലോ അല്ലെ. ചില സർക്യൂട്ടുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇവയിലെ ബൾബുകൾ ഒന്നും തന്നെ പ്രകാശിച്ചു കാണുന്നില്ല. ഇതിനുള്ള കാരണം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. ഇത് എന്താണ്? വൈദ്യുതി, അതായത് ബൾബ് കത്തുവോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ വിട്ടിട്ടുണ്ട് അല്ലെ. ഇവിടെ ഓപ്പൺ ആണ് കമ്പി അല്ലെ. അപ്പൊ ഇത് കത്തൂല. ഇനി അടുത്തത് ഈ ചിത്രത്തിലോ? ഇത് കത്തുവോ? ഇവിടെ വിട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതും കത്തൂല അല്ലെ. കോപ്പർ വയർസ് were used to conduct electricity in all the circuits we have seen. Do all substances conduct electricity? Let us find out അല്ലെ. എന്താണ്? നാം പരിചയപ്പെട്ട സർക്യൂട്ടുകളിൽ ചെമ്പു കമ്പികളാണല്ലോ വൈദ്യുതി കടത്തി വിടുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തി വിടുന്നവയാണോ? നമുക്ക് കണ്ടെത്താം അല്ലെ. എല്ലാ വസ്തുക്കളും എന്താണ്? ഈ കറണ്ട് കടത്തി വിടുന്നതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, for current to flow. എന്താണ്? വൈദ്യുതി കടന്നു പോകാൻ. എന്താണ്? വൈദ്യുതി കടന്നു പോകാൻ. Make an arrangement as shown below and try to complete the circuit using different materials. Which materials made the bulb glow? എന്താണ്? ഈ താഴെ കൊടുത്തതുപോലെ ക്രമീകരണം ഉണ്ടാക്കി വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് എന്താക്കുക? സർക്യൂട്ട് പൂർത്തിയാക്കി നോക്കുക. ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബൾബ് പ്രകാശിച്ചത്? ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചാണ് എന്താണ് ഈ ബൾബ് പ്രകാശിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ
താഴെ കൊടുത്ത പോലെ ക്രമീകരണം ഉണ്ടാക്കി വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് എന്താക്കിയാണ് സർക്യൂട്ട് പൂർത്തിയാക്കി നോക്കാനാണ്. ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ബൾബ് പ്രകാശിച്ചത് എന്നാണ് ചോദിച്ചത്. നോക്കൂ, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ എക്സ്പെരിമെന്റ്, പരീക്ഷണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് അറിയോ? ബൾബ് ഗ്ലോസ് ഡസ് നോട്ട് ഗ്ലോ. അപ്പൊ എന്താ, ബൾബ് പ്രകാശിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് പറയേണ്ടത്. എന്താണ്, കറന്റ് ഈസ് കണ്ടക്റ്റഡ് ഓർ നോട്ട് കണ്ടക്റ്റഡ്, വൈദ്യുതി കടത്തി വിടുന്നുണ്ടോ കടത്തി വിടുന്നില്ല എന്നുള്ളത്. നെയിൽ, ആണി, എന്താ ബൾബ് പ്രകാശിക്കുവോ? പ്രകാശിക്കുമെങ്കിൽ ബൾബ് ഗ്ലോസ് എന്ന് എഴുതുക അല്ലെ. എന്താണ്, കറന്റ് കടത്തി വിടുന്നെങ്കിൽ കറക്റ്റ് കടത്തി വിടുമെന്ന് എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ ഡസ് നോട്ട് ഗ്ലോ എന്ന് എഴുതുക, നോട്ട് കണ്ടക്ടർ എന്ന് എഴുതുക അല്ലെ. ഇനി പീസ് ഓഫ് പേപ്പർ, പേപ്പറിലോ ഒരു പേപ്പർ കഷ്ണം, എന്താണ് ബൾബ് പ്രകാശിക്കുവോ? എന്താണ് ഈ കോപ്പർ വയറിന് പകരം നമ്മൾ ഈ പീസ് ഓഫ് പേപ്പർ ഇട്ട് വെച്ച് ഇതാക്കിയാൽ ബൾബ് കത്തുമോ? കത്തുവോ ഇല്ല. അപ്പൊ കത്തുകയാണെങ്കിൽ ബൾബ് ഗ്ലോസ് എഴുതുക, കത്തുന്നില്ലെങ്കിൽ ഡസ് നോട്ട് ഗ്ലോ എന്ന് എഴുതുക. ഓക്കെ, പിന്നെ കറന്റ് ഈസ് കണ്ടക്റ്റഡ് അല്ലെ, കടത്തി വിടുന്നുണ്ടെങ്കിൽ, കത്തുകയാണെങ്കിൽ കറന്റ് കടത്തി വിടുന്ന ആയിട്ടാണല്ലോ അല്ലെ, അങ്ങനെയാണ് കറന്റ് ഈസ് കണ്ടക്റ്റഡ് അല്ലെ. ഇനി കത്തുന്നില്ലെങ്കിൽ എന്താ, നോട്ട് കണ്ടക്റ്റഡ്. ഓക്കെ, ഇനി ബ്ലോക്ക് ഓഫ് വുഡ്, മരക്കഷ്ണത്തിലൂടെ കറണ്ട് പോകുന്നുണ്ടോ, ബൾബ് കത്തുമല്ലേ എന്ന് എഴുതുക. ഓക്കെ, കറന്റ് കടത്തി വിടുന്നുണ്ടോ ഇല്ലേന്ന് എഴുതുക. ഓക്കെ, സ്റ്റീൽ സ്പൂണിലൂടെ, എന്താണ് സ്റ്റീൽ സ്പൂണിലൂടെ ബൾബ് പ്രകാശിക്കുന്നുണ്ടോ ഇല്ലേന്ന് എഴുതുക. പിന്നെ അതുപോലെ കറണ്ട് കടത്തി വിടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എഴുതുക. ഓക്കെ, പ്ലാസ്റ്റിക് വയറും റബ്ബർ ബാൻഡ് ടിൻ ഷീറ്റ് ഒക്കെ അങ്ങനെ തന്നെ അല്ലെ, അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി substances that conduct electricity are called conductors അല്ലെ. വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കൾ എന്താണ്, കണ്ടക്ടേഴ്സ് എന്നും. പിന്നെന്താണ്, those which do not conduct electricity is called insulators എന്നും പറയും അല്ലെ. കറണ്ട് കടത്തി വിടുന്ന വസ്തുക്കളെ കണ്ടക്ടേഴ്സ് എന്നും ഈ കറണ്ട് കടത്തി വിടാത്ത വസ്തുക്കൾ എന്താണ്, ഇൻസുലേറ്റർ എന്നും പറയുന്നു അല്ലെ. Do this activity using more materials and expand the table. Write them down in your science diary. എന്താ, കൂടുതൽ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രവർത്തനം നടത്തി പട്ടിക വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി let us use symbols. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഉണ്ട്. എന്താണ്, ഇതുവരെ എന്താണ്, in all the circuits we have seen so far figures of the source of electricity and the device were drawn. Isn't this very difficult? എന്താണ്, ഇതുവരെ പരിചയപ്പെട്ട സർക്യൂട്ട് ക്രമീകരണങ്ങളിൽ വൈദ്യുതി സ്രോതസ്, അതായത് എന്താണ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, പിന്നെന്താണ് ഈ ഡിവൈസ് അല്ലെ, ഉപകരണം എന്നിവയെല്ലാം തുടങ്ങിയവയുടെ ചിത്രങ്ങളാണല്ലോ വരച്ച് കാണിച്ചത് അല്ലെ. ഇങ്ങനെ ചിത്രീകരിക്കുന്നത് പ്രയാസകരമല്ലേ? നമ്മൾ ഓരോന്നും ടോർച്ചായിട്ട് വരയ്ക്കുന്നതും പിന്നെ അതുപോലെ ബൾബായി വരയ്ക്കുമ്പോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. Would it be easier to give symbols to each of them while drawing circuit? Try to understand the symbol of each by observing the table below. എന്താണ് ഇത് പരിഹരിക്കുന്നതിനായി, ഇപ്പൊ നമ്മളിപ്പോ ടോർച്ച് എന്താണ് ബൾബ് ഇങ്ങനെയൊക്കെ വരയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ ഈ ബാറ്ററി ഇങ്ങനെ വരയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതിന് സിമ്പിൾസ് ഉണ്ട്. ഓക്കെ, ആ സിമ്പിൾസ് ആണ് എന്താക്കുന്നത്, നമ്മൾ താഴെ കൊടുത്തിട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിമ്പിൾ ഓഫ് ഈച്ച് ബൈ ഒബ്സർവിംഗ് ദ ടേബിൾ ബിലോ. എന്താണ് ചുവടെ കൊടുത്തിട്ടുള്ള ഈ ടേബിൾ നിരീക്ഷിച്ച് ഓരോന്നിന്റെയും ചിഹ്നങ്ങൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇലക്ട്രിക് സെല്ല് അല്ലെ, ഇലക്ട്രിക് സെല്ല് ഇതാണ് അല്ലെ. ഇതിന്റെ ചിഹ്നം ഇതാണ് കേട്ടോ, അതിന്റെ എന്താണ് സിമ്പിൾസ് ഇതായിട്ടാണ് ഇനി നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇനി ബാറ്ററിയിൽ നോക്കൂ, ഇങ്ങനെ വരയ്ക്കുക, 2 ബാറ്ററി ഉണ്ടെങ്കിൽ ഇതാണ് വരയ്ക്കുക കേട്ടോ. ഇനി ബൾബിനെ വരയ്ക്കുന്നത് ഇതാ ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ സിമ്പിൾസ് അതിന്റെ. ഓക്കെ, ഗ്ലോയിങ് ബൾബ്, ഇനി കത്തുന്ന ബൾബ് അല്ലെ, കത്തുന്ന ബൾബിന് എന്താണ് സിമ്പിൾസ് ഇതാ ഇങ്ങനെ ഇത് വരച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, സ്വിച്ച് ഇൻ ദ ഓൺ മോഡിലാണെങ്കിൽ ഇതാ യോജിപ്പിച്ചിട്ട് അല്ലെ. ഇനി സ്വിച്ച് ഇൻ ദ ഓഫ് മോഡിലാണെങ്കിൽ ഇതാണ് ഓപ്പൺ ആക്കിയിട്ട്. ഇനി ബസറിന്റെ ചിത്രം ഇതാണ് വരയ്ക്കുക, ഫ്യൂസിന്റെ ഇതാണ് ചിത്രം വരയ്ക്കുക കേട്ടോ. സിമ്പിൾ കണ്ടക്റ്റിംഗ് വയറിന് ഇതായിട്ടാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഇതിന്റെ സിമ്പിൾസിലാണ് നമ്മൾ ഇത് വരച്ചിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ സിമ്പിൾസിലാണ് വരച്ചത് അല്ലേ. ഇതൊക്കെ സിമ്പിൾസിലാണ് വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇത് മാത്രം നമ്മൾ എന്താക്കിയത് ചിത്രം വരച്ച്, മറ്റേത് സിമ്പിൾസിലാണ് വരച്ചിരിക്കുന്നത്. ഈ സിമ്പിൾസിലാണ് നമ്മൾ ഇനി സാധാരണ ഇതൊന്നും സിമ്പിൾസ് അല്ല അല്ലെ, ഇത് ബാറ്ററി വരച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഈ സിമ്പിൾസിലാണ് ഇനി വരയ്ക്കുക കേട്ടോ. ഓക്കെ, ബൾബൊക്കെ ഒരു സിമ്പിൾസ് ആക്കിയിട്ടുള്ളൂ. Draw the circuits you have seen earlier using these symbols. എന്താണ് ഈ സർക്യൂട്ട്സ് വരച്ചിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട സർക്യൂട്ടുകൾ ഈ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്ക്, ഈ ചിത്രങ്ങളിലെ ഒരു ബാറ്ററി ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ ചിത്രം വെച്ചിട്ടല്ലേ. ഓണിൻ്റെത് കണ്ടോ,
ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നത് അല്ലേ, ബൾബ് കത്തുന്നത് ഈ സിമ്പിൾസിൽ. അതുപോലെ ഒന്ന് വരച്ചു നോക്കിയല്ലോ കേട്ടോ. നോട്ട് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി 1, 2, 3 and 4 ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഇൻഡിക്കേറ്റ്സ്. എന്താണ് ഇവിടെ പറയുന്നത്? തന്നിരിക്കുന്ന സർക്യൂട്ടിൽ 1, 2, 3, 4 എന്നിവ എന്തിനെല്ലാമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതുക. അതാ 1, 2, 3, 4 ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാം, സയൻസ് ബുക്കിൽ എഴുതുക കേട്ടോ. ഈസ് ദ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ? വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ സർക്യൂട്ട് ടു ഷോ ഇറ്റ് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്? എന്താണ് സർക്യൂട്ട് അടച്ചതാണോ തുറന്നതാണത്? ഇത് അടച്ചതാണ് അല്ലേ. അത് എന്താണ് ഇനി സർക്യൂട്ട് തുറന്നതായി കാണിക്കാൻ അതിൽ എന്ത് മാറ്റം വരുത്തേണ്ടത്? ഇത് തുറന്നതായി കാണിക്കാൻ എന്താ ഇത് ഓപ്പൺ ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ കത്തൂല്ല അല്ലെ, അതാണ് മാറ്റം വരുത്തേണ്ടത് അല്ലെ. എ സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് വർക്ക് ഓൺലി വെൻ നെസസറി. എന്താണ് ആവശ്യമുള്ളപ്പോൾ മാത്രം സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സ്വിച്ച് അല്ലെ. സ്വിച്ച് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ആണ് അല്ലെ. എന്താണ് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാൻ എന്താണ് സർക്യൂട്ട് പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? സ്വിച്ച് അല്ലെ. ഇനി എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഉണ്ട് അല്ലെ. എന്താണ് ഇതാ ഓർഡിനറി സ്വിച്ച്, ബെൽ സ്വിച്ച്. നമ്മൾ വീട്ടിൽ തന്നെ അറിയാം അല്ലെ. ബെൽ സ്വിച്ച് നമ്മൾ നെക്കി അപ്പോണ്ട് പിന്നെ കൈ എടുത്താണ്ട് പിന്നെ ഓഫ് ആവും അല്ലെ, അതാണ് ബെൽ സ്വിച്ച്. ഇതെന്താ ടു വേ സ്വിച്ച് അല്ലെ. എന്താണ് നമ്മളെ ബെഡ്റൂമിലൊക്കെ നമ്മൾ സാധാരണ ടു വേ സ്വിച്ച് ആണ് അല്ലേ. പിന്നെ അതെന്താ പ്രസ് ബട്ടൺ സ്വിച്ച്, DP സ്വിച്ച് അല്ലെ. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ച് ആണ് കേട്ടോ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയേഴ്സ് എന്തൊക്കെയാണ്? വിച്ച് ആർ ദ കണ്ടക്ടിങ് വയേഴ്സ് യൂഷ്വലി യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട്? എന്താണ് സർക്യൂട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഈ വയേഴ്സ് ഏതെല്ലാമാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയേഴ്സ് ഇതാ മൾട്ടി സ്ട്രാൻഡഡ് വയർ, ലാമിനേറ്റഡ് വയർ, സർവീസ് വയർ, നോൺ ഇൻസുലേറ്റഡ് വയർ അല്ലെ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ. You might have seen the lines carrying electricity and also the wires that carry electricity from the electric poles to houses. Find out the peculiarities of such conducting wires and wire them down in your science diary. എന്താണ് ഈ കറണ്ട് കടന്നു പോകുന്ന കമ്പികൾ, പിന്നെ വൈദ്യുതി പോസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് വൈദ്യുതി വീട്ടിലേക്ക് എടുക്കുന്ന വയർ എന്നിവ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ വയറുകളുടെ പ്രത്യേകതകൾ കണ്ടെത്തി നിങ്ങൾ എന്താ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എന്താ സേഫ്റ്റി ഫ്യൂസ്? സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം നമുക്ക്. ഹോപ്പ് യു ഹാവ് ഗോട്ട് ആൻ ഐഡിയ ഓഫ് സം സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട്. എന്താണ് നിങ്ങൾ ഏതാനും ചില സിമ്പിൾ സർക്യൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ അല്ലെ. Is it very essential to operate devices making sure of the safety of the electrical circuits through which current flows? Safety fuses is one such device used in circuits. എന്താണ് ഈ കറണ്ട് പ്രവഹിക്കുമ്പോൾ സർക്യൂട്ടുകളിൽ നമുക്ക് എന്താ സേഫ്റ്റി ഉറപ്പുവരുത്തണം അല്ലെ. സുരക്ഷിതത്വം ഉറപ്പുവരുത്തി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടത് അത്യാവശ്യമല്ലേ. ഇതിനായി സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്ന ഒരു ഉപായമാണ് എന്ത്? സേഫ്റ്റി ഫ്യൂസ് അല്ലെ. എന്താണ് നമ്മൾ കറണ്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് ഈ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ എന്താണ് ഇതിനായിട്ട് സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്ന ഒരു ഉപായമാണ് എന്ത്? ഈ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. Let us do an activity. ഇനി എന്താണ് നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. നോക്കൂ കണ്ടോ, ചിത്രത്തിലേക്ക് കാണുന്ന ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. Operate the electric circuit arranging them as shown in the figures. As you know, the fuse is a very thin wire. Doesn't the bulb glow now? എന്താണ് പറയുന്നത്? ചിത്രത്തിലേതുപോലെ സർക്യൂട്ട് ക്രമീകരിച്ച് പ്രവർത്തിക്കുക. വളരെ നേർത്ത കമ്പി ആയിരിക്കുമല്ലോ ഫ്യൂസ് അല്ലെ. അപ്പോൾ ബൾബ് പ്രകാശിക്കുന്നില്ലേ? വളരെ നേർത്ത കമ്പിയാണ് എന്ത്? ഫ്യൂസ് അല്ലെ. അപ്പൊ എന്താണ് ബൾബ് പ്രകാശിക്കുന്നില്ലേ? What do you observe when the circuit is operated using more cells? Doesn't the fuse wire get burned off throwing the circuit open? എന്താണ് കൂടുതൽ സെല്ലുകൾ ഉപയോഗിച്ച് സർക്യൂട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ എന്താണ് നിരീക്ഷിക്കാനാവുന്നത്? ഇവിടെ ഫ്യൂസ് വയർ എരിഞ്ഞ് സർക്യൂട്ട് തുറന്നതായി മാറുന്നില്ലേ? എന്താണ് പറയുന്നത്? കൂടുതൽ സെല്ല് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു സെല്ലിലാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇവിടെ കൂടുതൽ സെല്ല് ഉപയോഗിച്ചിട്ട് അല്ലെ, കൂടുതൽ സെല്ല് ഉപയോഗിച്ചിട്ട് എന്താണ് സർക്യൂട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് നിരീക്ഷിക്കാനുള്ളത്? ഇവിടെ ഫ്യൂസ് വയർ എരിഞ്ഞ് സർക്യൂട്ട് തുറന്നതായി മാറും അല്ലെ. The fuse wire gets heated when current flows through it. It was the flow of excess current that burned off the thin fuse wire. അല്ലെ. എന്താണ് വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫ്യൂസ് കമ്പി ചൂടാകുന്നു അല്ലെ. വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്താണ് ഫ്യൂസ് കമ്പി ചൂടാകുന്നു. കനം കുറഞ്ഞ ഫ്യൂസ് വയറിലൂടെ ഈ ഫ്യൂസ് വയറിലൂടെ അമിതമായി കറണ്ട് പ്രവഹിച്ചത് കൊണ്ടാണ് എന്ത് ഫ്യൂസ് വയർ എരിഞ്ഞു പോയത് അല്ലെ. എന്താണ് വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫ്യൂസ് കമ്പി എന്താക്കുന്നു? ചൂടാകുന്നുണ്ട് അല്ലെ. അപ്പൊ ചൂടാകുമ്പോ എന്താണ് കനം കുറഞ്ഞ ഫ്യൂസ് വയറിലൂടെ അമിതമായ കറണ്ട് പ്രവഹിച്ചത് കൊണ്ടാണ് എന്താവുന്നത്? ഈ ഫ്യൂസ് വയർ എരിഞ്ഞു പോയത്. ഓക്കെ.
Safety fuse is a device used in circuits as a precaution to protect the circuit and electric devices from damage caused by the flow of excess current. എന്താണ് അനുവദനീയമായതിലും കൂടുതൽ കറണ്ട് ഒഴുകി സർക്യൂട്ടും ഈ കറണ്ട് ഉപകരണങ്ങളും തകരാറാകാതിരിക്കാൻ അല്ലെ തകരാറാകാതിരിക്കാൻ എന്താണ് മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നവയാണ് എന്ത് സേഫ്റ്റി ഫ്യൂസ് അല്ലെ. സേഫ്റ്റി ഫ്യൂസ് is a device used in circuit as a precaution to protect the circuit and electric device from damage caused by the flow of excess current. കൂടുതൽ കറണ്ട് പ്രവഹിക്കുമ്പോൾ എന്താണ് ഈ ഡാമേജ് ആവും ഇലക്ട്രിക് ഡിവൈസും അത് എന്താണ് ഇലക്ട്രിക് ഡിവൈസും ഒക്കെ അല്ലെ. അപ്പൊ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്താണ് മുൻകരുതലായിട്ട് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ് സേഫ്റ്റി ഫ്യൂസ്. അപ്പൊ എന്താണ് അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നവയാണ് എന്ത് സേഫ്റ്റി ഫ്യൂസ്. ഓക്കെ, ഒബ്സർവ് ദ സർക്യൂട്ട്സ് ഇൻ യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വേർ ഫ്യൂസസ് ആർ യൂസ്ഡ്. ഹാവൻ യു അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി സേഫ്റ്റി ഫ്യൂസ്? അപ്പൊ സേഫ്റ്റി നിങ്ങളുടെ വീട്ടിലെ എന്താണ് വൈദ്യുതി സർക്യൂട്ടിൽ എവിടെയെല്ലാം ഫ്യൂസ് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് നിരീക്ഷിക്കൂ. സേഫ്റ്റി ഫ്യൂസിന്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമല്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഇതൊക്കെ ഉണ്ടാവും അല്ലെ, അതാ ഫ്യൂസ് സേഫ്റ്റി ഫ്യൂസ് ഒക്കെ അല്ലെ. ഈ ഫ്യൂസ് ഒക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? A special type of thin wire is used in the safety fuse. What could be the reason for this? എന്താണ് സേഫ്റ്റി ഫ്യൂസിൽ നേരിയ പ്രത്യേക തരം കമ്പികളാണ് ഉപയോഗിക്കുന്നത് അല്ലെ. നേരിയ പ്രത്യേക തരം കമ്പികളാണ് എന്ത് സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിക്കുക അല്ലെ. അതിന്റെ കാരണം എന്തായിരിക്കും? നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഷോക്ക് അടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഇതായാലോ ഈ ഫ്യൂസിലുള്ള കമ്പി പൊട്ടിപ്പോകണം അല്ലെ. അല്ലെങ്കിൽ പൊട്ടിപ്പോവാതിരുന്നാൽ നമുക്ക് എന്താ ഷോക്ക് എത്തിയ അപ്പൊ തന്നെ നമുക്ക് ഡേഞ്ചർ ആയി പോകും അല്ലെ. അപ്പൊ എന്താണ് നേരിയ കമ്പി നമ്മൾ എന്താ ഫ്യൂസിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെ. എന്താണ് MCB? Nowadays, MCB is used instead of safety fuse in houses. This device breaks a circuit whenever there is an excessive flow of current. എന്താണ് പറയുന്നത്? ഇപ്പോൾ ഫ്യൂസിന് പകരം വീടുകളിൽ MCB ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. വൈദ്യുതി പ്രവാഹം അമിതമാകുമ്പോൾ ഈ സംവിധാനം എന്താക്കുന്നു? സർക്യൂട്ട് വിച്ഛേദിക്കുന്നു അല്ലെ. സർക്യൂട്ട് എന്താക്കുന്നുണ്ട്? അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അറേഞ്ച് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് കീപ് ഇറ്റ് സ്വിച്ച്ഡ് ഓഫ്. Bring a pivoted magnetic needle just below the copper wire. Observe the direction of the magnetic needle. Now switch on the circuit and observe the magnetic needle. എന്താണ് പറയുന്നത്? ഒരു വൈദ്യുതി സർക്യൂട്ട് ക്രമീകരിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്ത സൂചി ചെമ്പ് കമ്പിയുടെ ചുവടെ കൊണ്ടുവരിക. കാന്ത സൂചിയുടെ ദിശ ശ്രദ്ധിക്കൂ. ഇനി സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കാന്ത സൂചിയെ ഒന്ന് നിരീക്ഷിക്കുക. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു വൈദ്യുതി സർക്യൂട്ട് ക്രമീകരിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്ത സൂചി എന്താക്കുക? ചെമ്പ് കമ്പിയുടെ ചുവടെ കൊണ്ടുവരിക. കാന്ത സൂചിയുടെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. ഇനി സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കാന്ത സൂചിയെ നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഡു യു സീ? ഒബ്സർവ് ദ മാഗ്നറ്റിക് നീഡിൽ ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ് ദ സർക്യൂട്ട്. ഡോണ്ട് you see the needle returning to its original position. Now repeat the experiment after placing the magnetic needle above and also on the sides of a copper wire. What do you observe? എന്താണ് പറഞ്ഞിരിക്കുന്നത്? What do you see? നിങ്ങൾ എന്താ കാണുന്നത്? എന്താണ് കാണുന്നത്? സ്വിച്ച് ഓഫ് ചെയ്ത കാന്ത സൂചിയെ നിരീക്ഷിക്കുക. കാന്ത സൂചി പൂർവ്വസ്ഥിതിയിൽ വരുന്നതായി കാണുന്നില്ലേ? ഇനി കാന്ത സൂചിയെ ചെമ്പു കമ്പിയുടെ മുകളിലും വശങ്ങളിലും കൊണ്ടുവന്ന് വെച്ച് ഇതേ പ്രവർത്തനം ആവർത്തിക്കൂ. ഏതാണ് നിരീക്ഷിക്കാൻ കഴിഞ്ഞത്? സ്വതന്ത്രമായി ചലിക്കുന്ന കാന്ത സൂചിയുടെ സമീപം മറ്റൊരു കാന്തം കൊണ്ടുവരൂ. കാന്ത സൂചി പെട്ടെന്ന് ചലിക്കുന്നുണ്ടോ? കാന്ത സൂചി പെട്ടെന്ന് ചലിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെന്താണ്? വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ എന്താ കാണാൻ പറ്റുന്നത്? ബ്രിങ് അനദർ മാഗ്നറ്റ് നിയർ ദ പിവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ. ഡസ് ഇറ്റ് മൂവ് ഇൻസ്റ്റന്റ്ലി? Hope you have understood that a magnetic field is formed around a current carrying conductor. Enter the activities and observation in your science diary. എന്താണ് ഈ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലെ. ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു എന്ന് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ചെയ്ത പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും എന്താക്കുക? നിങ്ങളെ സയൻസ് ബുക്കിൽ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി ക്രിസ്ത്യൻ ഓയർസ്റ്റഡ് ആരാണിത്? ക്രിസ്ത്യൻ ഈസ്റ്റേഴ്സ് അല്ലെ. എന്താണ്? ദ scientist Christian Estes discovered that a magnetic field is produced around a current carrying conductor.
Electromagnets are made by utilizing the relationship between electricity and magnetism. എന്താണ് ഈ വൈദ്യുതി പ്രവഹിക്കുന്ന ഈ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? ഈ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയാണ് എന്ത് ഈ വൈദ്യുതി കാന്തങ്ങൾ ഇലക്ട്രോമാഗ്നറ്റ്സ് നിർമ്മിക്കുന്നത്. എന്താണ് സയന്റിസ്റ്റ് ആയ ക്രിസ്റ്റ്യൻ ഈസ്റ്റേഴ്സ് ആണ് എന്താ ഡിസ്കവർ ചെയ്തത്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ. കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ ചുറ്റിലും എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഈ ക്രിസ്റ്റ്യൻ ഈസ്റ്റേഴ്സ് അല്ലെ ഈസ്റ്റഡ്. പിന്നെന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് എന്താണ് ഈസ്റ്റഡ്. പിന്നെന്താണ് പറയുന്നത്? ഈ കറണ്ടും അതുപോലെ മാഗ്നറ്റും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയാണ് എന്ത് ഈ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റും കൂടി ബന്ധപ്പെടുത്തിയിട്ട് തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയാണ് എന്ത് ഇലക്ട്രോമാഗ്നറ്റ്സ് നിർമ്മിക്കുന്നത്. ഓക്കെ, ലെറ്റ് us make an electromagnet. ഇനി നമുക്ക് എന്താക്കാം? ഒരു വൈദ്യുതി കാന്തം ഉണ്ടാക്കാന്നാണ് പറയുന്നത് അല്ലെ. ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം നോക്കൂ. Take an insulated copper wire of 75 cm length. Wind is closely over an iron nail from one end to the other. Remove the insulation from both ends of the wire and connect them to a battery. Bring some pins near the nail. What do you see? Here the nail become a magnet temporarily. എന്താണ് ഇവിടെ പറയുന്നത്? 75 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്താക്കുക? ഇൻസുലേറ്റഡ് ഉള്ള കോപ്പർ വയർ എന്താക്കുക? എടുത്ത് ഒരു ഇരുമ്പാണിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടുപ്പിച്ച് ചുറ്റുക. എന്താ പറഞ്ഞത്? ഈ കോപ്പർ വയർ ഉണ്ടല്ലോ ഇൻസുലേറ്റഡ് 75 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയർ എടുത്ത് ഒരു ഇരുമ്പാണില്ല ഈ ആണിക്ക് ചുറ്റും കൊണ്ട് നന്നായി ചുറ്റുക, അടുപ്പിച്ച് ചുറ്റുക. കമ്പിയുടെ രണ്ട് അറ്റത്തുമുള്ള ഇൻസുലേഷൻ മാറ്റി ഒരു ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. ഈ കമ്പിന്റെ അറ്റത്തുള്ള എന്താണ് രണ്ടറ്റത്തുള്ള ഈ ഇൻസുലേഷൻ മാറ്റിയിട്ട് എന്താക്കുക? ഒരു ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. ഏതാനും മുട്ടുസൂചികൾ ആണിക്കരികിൽ കൊണ്ടുവരിക. ഏതാനും മുട്ടുസൂചി എന്താക്കുക? ഈ ആണീന്റെ അടിയിലേക്ക് കൊണ്ടുവരിക. എന്ത് കാണുന്നു? ഇവിടെ ആണിക്ക് കാന്തിക ഗുണം താൽക്കാലികമായി മാത്രം ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ആണീന്റെ എന്താണ് ഒരു കോപ്പർ വയർ എന്താക്കുക? ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയർ ഈ ആണിക്ക് ചുറ്റിയിട്ട് ഈ ഇൻസുലേറ്റഡ് കുറച്ച് ഒഴിവാക്കിയ ഭാഗം എന്താക്കുക? ഈ മറ്റേ കമ്പി ഇൻസുലേഷൻ മാറ്റി ഒരു ബാറ്ററിയുമായിട്ട് എന്താക്കുക? ബന്ധിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്താക്കുക? ഏതാനും മുട്ടുസൂചി ഈ ആണീന്റെ അടിയിൽ കൊണ്ടുവരിക. അപ്പൊ എന്താ കാണുന്നത്? ഇവിടെ ആണിക്ക് ഈ മാഗ്നറ്റിക് ടെമ്പററി ആയിട്ട് എന്താക്കുന്നുണ്ട്? ഇവിടെ ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ഒട്ടും അല്ലെ, മറ്റേ ആണിയിൽ ഒട്ടും. There are many devices that make use of electromagnets അല്ലെ. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റ്സ് ഉപയോഗപ്പെടുത്തുന്ന നിരവധി ഉപകരണങ്ങളുണ്ട് അല്ലെ. ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ബെല്ല്, ഇലക്ട്രിക് മോട്ടർ അല്ലെ. ഇതൊക്കെ എന്താണ് ഈ ഇലക്ട്രോമാഗ്നറ്റ്സ് ഉപയോഗപ്പെടുത്തുന്ന നിരവധി ഡിവൈസസ് ആണ് അല്ലെ. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ്. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇനി ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി എന്താന്ന് നോക്കാം. From where do we get the electricity needed to operate the electric devices in our homes? Did you notice the newspapers report? എന്താണ് വീടുകളിലെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ പത്രവാർത്ത ശ്രദ്ധിച്ച്. വാട്ടർ ലെവൽ ഇൻ ദ ഡാം water level in the dam goes down. Load shedding likely. Thiruvananthapuram. Load shedding is likely in the state due to steep fall in water levels in the dams. എന്താണ് ഡാമിലെ ജലനിരപ്പ് താഴുന്നു. പിന്നെന്താണ് പറയുന്നത്? ഹെഡിങ് അതാണ് അല്ലെ. ഡാമിലെ ജലനിരപ്പ് താഴുന്നു, ലോഡ് ഷെഡിങ് ആവശ്യമായി വന്നേക്കാം. തിരുവനന്തപുരം അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നതിനാൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തേണ്ടി വരും അല്ലെ. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ അവൈലബിലിറ്റി ഓഫ് റെയിൻ ആൻഡ് ലോഡ് ഷെഡിങ്? മഴയുടെ ലഭ്യതയും ലോഡ് ഷെഡിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്താണ്